ഹായ് ഗായ്സ്, അപ്പം ഞാനിപ്പോൾ ഉള്ളത് ബാംഗ്ലൂർ ഞങ്ങൾ യൂണിവേഴ്സിറ്റിയിലാണ്. സോ ഞങ്ങളുടെ ഒരു വീഡിയോ ഭയങ്കര റീച്ച് കിട്ടിയപ്പോൾ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് പറഞ്ഞു ഇനി അവിടെ പോകുമ്പോൾ വ്ളോഗായിട്ടിട്, നിങ്ങളെല്ലാവരും കൂടെ ഉള്ള നല്ല വീഡിയോസൊക്കെ ഇട് അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു വ്ളോഗാക്കാം, വൈ നോട്ട്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ബാംഗ്ലൂർ എത്തിയിട്ടാണുള്ളത്. അവിടെ ഭയങ്കര തണുപ്പാണ് ആക്ച്വലി. ഞാനിപ്പം ഹോസ്റ്റലിലേക്ക് പോയിക്കൊണ്ട് നിൽക്കാം. ഇവിടെ ഇതൊരു പൊട്ടൻ ഞാൻ എന്തൊക്കെയോ സംസാരിക്കുന്നു, മെല്ലെ സംസാരിച്ചൂടെ. അപ്പം അങ്ങനെ ഹോസ്റ്റലിലേക്ക് പോയിക്കൊണ്ട് ആക്ച്വലി ഞാനിവിടെ 2-3 പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും എനിക്ക് വലിയൊരു ഐഡിയ ഇല്ല അതെങ്ങോട്ടാണ് പോകേണ്ടത്. സോ ഞാൻ റൂം എത്തിയിട്ട് ബാക്കി നമുക്ക് നോക്കാം. സോ ഇതാണ് റൂം. നമ്മൾ ഇനിയൊന്ന് ഫ്രഷ് ആയിട്ട് വേണം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകാൻ, എന്നിട്ട് ക്ലാസ്. അപ്പം ഞാൻ ഒക്കെ കാണിച്ചു തരാം. One eternity later. ഹലോ ഗൈസ്, അപ്പോൾ ഇതാ നമ്മൾ റെഡി ആയിട്ട് ക്ലാസ്സിന് പോവുകയാണ്. 10 മണിക്ക് ക്ലാസ് കൊടുക്കും. നമ്മളിതാ ഇപ്പോൾ സമയം 10:30. ഓക്കെ അത്ര ടൈം ആവുന്നേ ഉള്ളൂ. ഞങ്ങളത് നമുക്ക് ടൈം ആവുന്നത് അവിടേക്കാണ് തോന്നുന്നത്. നമ്മളെ പുതിയ ബ്ലോക്കാണ്, അപ്പോൾ നമുക്ക് അറിയില്ല എവിടെയാ എങ്ങനെയാ പോകേണ്ടതെന്നൊന്നും. സോ മാമനൊക്കെ ഉണ്ട്. ക്ലാസ്സിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ക്ലിപ്സ് കിട്ടുവാണെങ്കിൽ നമ്മൾ വരാം. ഓക്കെ, ബൈ. സോ ഇതാ നമ്മുടെ ഡാൻസ് ക്ലാസ്. കോഴിക്കോടിൻ്റെ പ്രിയപ്പെട്ട ശ്യാമേട്ടൻ, പിന്നെ നമ്മുടെ കാസർഗോഡിൻ്റെ അഭിനവിലെ ആൻഡ് ഇവരുടെ എല്ലാം ഞാൻ പൊന്നോമനായ ഞാൻ. അത്രേ ഉള്ളൂ. അപ്പം നമുക്ക് മ്യൂസിക് ക്ലാസ് കഴിഞ്ഞു. ഇവൻ പാടുമ്പോഴൊക്കെ എപ്പോഴും തെറ്റായിരുന്നു. അപ്പോൾ ഓക്കെ, ബൈ. നമ്മൾക്ക് ക്ലാസ് കഴിഞ്ഞിട്ട് കാണാം ഗൈസ്. ബൈ. അമ്മ ഇനി ഫുഡ് കഴിക്കണം അല്ലേ ശ്യാം? 2 വാക്ക് പറ ശ്യാം. വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഇന്ന് ക്ഷീണായോ? ഇല്ല, ആവാൻ പോകുന്നേ ഉള്ളൂ. പക്ഷെ ഞങ്ങൾ നന്നായി കളിക്കുന്ന പിള്ളേരെ വേണ്ടി സാറ് പിന്നെയും ഇങ്ങനെ കളിപ്പിച്ചോണ്ട് ഇവരൊക്കെ വേഗം വിടും. നല്ല നല്ല വാക്കുകൾ പറഞ്ഞ് അഭിനന്ദിച്ചുകൊണ്ടിരുന്നു. അതെ, അഭിനന്ദിക്കലായിരുന്നു മൊത്തത്തില്. ബാക്കി അഭിനന്ദനം. അതെ, നല്ലോണം വയറ് നിറച്ച് കഴിച്ചു തരാൻ പറഞ്ഞിട്ടുണ്ട് അടുത്ത കേൾക്കാൻ വേണ്ടി. സോ നമ്മൾ വയറ് നിറച്ചിട്ട് വരാം. സോ ഇന്നത്തെ നമ്മുടെ ക്ലാസ് കഴിഞ്ഞു ഗൈസ്. ക്ലാസ് അയ്യോ റീൽസ് എടുക്കാം. റീൽസ് ഇന്ന് നാളെ ആക്ച്വലി സ്വാതിക്കും കൂടെ എത്തും. സോ നമുക്ക് നമ്മുടെ വ്ളോഗിൽ പുതിയൊരാളും കൂടെ കിട്ടും. അതും സീരിയൽ ആക്ട്രസ് ആണ്. അപ്പം ഓക്കെ, ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പം നമ്മൾ ആസ് യൂഷ്വൽ ഇന്നും ലേറ്റാണ്. ഞങ്ങളാണ് തോന്നുന്നു ഹോസ്റ്റലിൽ നിന്ന് ഏറ്റവും നേരം വൈകി ഇറങ്ങുന്ന ആൾക്കാർ. ഹായ് ഹായ് ഹായ്. അപ്പോൾ ഇതാണ് നമ്മുടെ സീരിയൽ നടി. നമ്മൾ ഫുഡ് കഴിച്ചു. ഇപ്പോഴും നമുക്ക് വിശ്വാസമാവുന്നില്ല. ശരിക്കും ഇല്ലേ? പറഞ്ഞു കൊടുക്കും വ്ളോഗ് ചെയ്യാണ്. സോ ഇന്ന് സെക്കൻഡ് ഡേ ആണ്. നമുക്കൊന്ന് രാത്രി നമ്മളെ യൂണിവേഴ്സിറ്റി ഒന്ന് കറങ്ങാൻ കിട്ടിയ സമയം. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഇറങ്ങിയതാണ്. സോ അൺഎക്സ്പെക്റ്റഡ്ലി നമുക്കൊരു മലയാളിയും കൂടെ കിട്ടി. പക്ഷെ അവൻ ഫുഡ് കഴിക്കാൻ പോയി. അല്ലെങ്കിൽ നമുക്ക് വ്ളോഗിലൊക്കെ ഒന്ന് പരിചയപ്പെടുത്തായിരുന്നു. സോ ആക്ച്വലി നമ്മളെ യൂണിവേഴ്സിറ്റിയിൽ നൈറ്റ് അടിപൊളിയാ അല്ലേ ശ്യാമേ? നമ്മുടെ റീൽസ് ഒക്കെ ഷൂട്ട് ചെയ്യാറുണ്ട് നമ്മള്. ഇപ്രാവശ്യം പറ്റിയില്ല. കിട്ടിയോണ്ട് നമ്മളങ്ങനെ ടൈം പോയി. അവനൊന്ന് കോളേജ് ടൂറൊക്കെ ആയിട്ട് കോളേജ് മൊത്തം കാണിച്ചു കൊടുക്കാൻ. നമ്മളെ മാവേലിയാണ്. അപ്പം അങ്ങനെയൊക്കെയാണ്. സോ നമ്മൾ എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമോ നോക്കട്ടെ. ബിക്കോസ് ഇവിടെ കുറേ ഫുഡ് സ്പോട്ട്സ് ഉണ്ട്, ക്യാൻറ്റീൻ അല്ലാണ്ട്. അപ്പം നമ്മൾ കഴിക്കാൻ എന്തെങ്കിലും കിട്ടിയിട്ട് വരാം. ഓക്കെ. സോ നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് വാങ്ങി നമ്മളിതേ കഴിക്കുന്നുള്ളൂ. നമുക്ക് വിശക്കുന്നില്ല. പക്ഷെ ഇവൻ എന്തൊക്കെയോ പോയി തിന്നു വന്നതാ. നീ എന്താ കഴിച്ച? ഷവർമ, ഫ്രഞ്ച് ഫ്രൈസ്. വേണ്ട, ഞാൻ പിന്നെ കുടിക്കുന്ന നിങ്ങളെ കൂടെ കുടിക്കാന്ന് വെച്ചു. പക്ഷെ നമ്മളൊന്നും കുടിക്കുന്നില്ലല്ലോ. ഞാൻ കുടിക്കുന്നുണ്ടല്ലോ.
ഓ ഇവൻ കോൾഡ് കോഫി പറഞ്ഞു. ഓക്കെ ഓക്കെ. അപ്പം ഇങ്ങനെയാണ്. സോ ഇവിടെ നമുക്കൊരു 9:30 10 വരെ നമുക്കിങ്ങനെ യൂണിവേഴ്സിറ്റി ഫുൾ ഇങ്ങനെ കറങ്ങി കാണാൻ പറ്റും. നമ്മളവിടുത്തെ യൂണിവേഴ്സിറ്റീസ് ഒന്നും പോലെയല്ല. അപ്പോൾ പിന്നെ അതൊക്കെ കഴിഞ്ഞ് മെല്ലെ ഹോസ്റ്റലിൽ കയറി സമാധിയായാൽ മതി. സോ അതുവരെ ഞങ്ങളും തെണ്ടി തിരിയുണ്ട്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം മറ്റ് 2 പേരൊക്കെ ഉണ്ടായപ്പോൾ നമ്മൾ ഇതേപോലെ ഈ സമയത്തൊക്കെ ഇരുന്ന് റീൽസൊക്കെ ചെയ്തിരിക്കുമായിരുന്നു. പക്ഷേ ദിസ് ടൈം നാളെ സെറ്റാവും. നാളെ നമ്മൾ ട്രാക്കിലേക്ക് വരും തോന്നുന്നുണ്ട്. ക്ലാസ് ഇല്ല. സോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ ദിവസം തീരുന്നത്. നമുക്ക് നാളെ കാണാം. ഓക്കെ, ബൈ 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 ബൈ. ഇന്ന് കുറേ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. ബിക്കോസ് നമുക്ക് കുറേ ടൈം ലൈബ്രറിയിലായിരുന്നു, പിന്നെ ക്ലാസ് ഉണ്ടായി. അപ്പോൾ നമുക്ക് തീരെ ഗ്യാപ്പ് കിട്ടിയില്ല. ആൻഡ് ഇന്ന് വൈകുന്നേരം ഞങ്ങളൊരു റീൽ എടുത്തിട്ടുണ്ട്. സോ ഇത് അപ്ലോഡ് ആവുന്നതിന് മുന്നേ അത് അപ്ലോഡ് ആയിട്ടുണ്ടാവും. സോ അതെല്ലാവരും പോയി നോക്കണം. കാരണം നമുക്കിന്ന് ആക്ച്വലി കുറേ എഴുതാനൊക്കെ ഉണ്ടായിരുന്നു. സോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നാളെ എന്തെങ്കിലുമൊക്കെ കിട്ടുവാണെങ്കിൽ നമുക്ക് നോക്കാം. ആൻഡ് വൺ മോർ തിങ്, എനിക്ക് സത്യമായിട്ട് ഇതെങ്ങനെ എടുക്കണ്ടേന്നോ അല്ലെങ്കിൽ ഇതിനെപ്പറ്റിയൊരു ഐഡിയ ഇല്ല. അപ്പോൾ ഇത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഇപ്പം ഇങ്ങനെയൊക്കെയാണ്. പക്ഷേ നമുക്ക് നോക്കാം. ബിക്കോസ് ഐ എം ട്രൈങ് മൈ ബെസ്റ്റ്. അപ്പോൾ ശരി, ഗുഡ് നൈറ്റ്, നാളെ കാണാം. Day 4 അത് ഇന്നലെ പറഞ്ഞില്ല, ഇന്ന് പറയും. കാരണം എല്ലാ ദിവസവും ഒരേപോലെ ആയി കഴിഞ്ഞാൽ ബോറടിക്കും. ഇത് ഒറ്റ വ്ളോഗാണോ? ഇപ്പൊ തന്നെ ഒരു 7 minutes ആയിട്ടേ ഉള്ളൂ. അപ്പൊ ബൈ. ശ്യാം ദ ഡ്രേപ്പിസ്റ്റ് പുതിയ ഇൻസ്റ്റഗ്രാം. ഇതെന്ത് ഇവളെ കല്യാണം എറ്റാന്നോ? ഹായ് ഗായ്സ്. അപ്പം ഇന്ന് ഗുരുപൂർണിമ ആയതുകൊണ്ട് നമുക്ക് ഇന്ന് കുറേ ഷൂട്ടും പരിപാടിയൊക്കെ ആയിരുന്നു. അത് നമ്മളിന്നൊരു റീലെടുത്തു. അതും ഇത് അപ്ലോഡ് ആവുന്നതിൻ്റെ മുന്നേ അത് അപ്ലോഡ് ആയിട്ടുണ്ടാവും. സോ അത് പോയി എല്ലാവരും കാണണം. ഓക്കെ, നമ്മളിത് 16 മിനിറ്റിൽ പറഞ്ഞ ഞാൻ മാത്രം കളിച്ച് ശരിയാണ്. ഫുള്ളൊന്നും കളിച്ചില്ല, ഞാൻ പകുതി നിൽക്കുമായിരുന്നു. പക്ഷെ പറയുമ്പോൾ നമ്മളെല്ലാം പറയണമല്ലോ. അപ്പം അങ്ങനെയൊക്കെയാണ്. സോ ഇന്ന് സ്വാതിക്ക തിരിച്ച് പോവുക. നമുക്ക് നാളെയും കൂടെ ഉണ്ട് ആക്ച്വലി പ്രാക്ടീസൊക്കെ. നാളെ നൈറ്റ് നമ്മളും റിട്ടേൺ ആണ്. ഇവിടെ കുറേയൊക്കെ ഫോട്ടോസൊക്കെ എടുത്ത് കൊടുത്ത് ഞാൻ ഇവിടുത്തെ ഒരു ഫോട്ടോഗ്രാഫറായി മാറിയിട്ടുണ്ട്. സോ ആർക്കെങ്കിലും ഫോട്ടോ എടുക്കണമെങ്കിൽ കോണ്ടാക്ട് മീ. ഓക്കെ, അപ്പം അത്രേ ഉള്ളൂ. സോ ഇനി നൈറ്റ് കാണാം. ബൈ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ അച്യുതാനന്ദ നാരായണ. ഇനി പോസ്റ്റ്. സോ നമ്മളിനി പോസ്റ്റ് ചെയ്യാൻ പോവാണ് ഗൈസ്. ഇടുവാണ് ഗൈസ്. അപ്പൊ എല്ലാരും സപ്പോർട്ടും വേണം ഗൈസ്. ഇട്ടോ നീ ഇടറാ. സോ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പുതിയ റീൽ ഗൈസ്. ഞങ്ങൾക്ക് ഫുൾ ഷൂട്ടായിരുന്നു, ഫുൾ വീഡിയോ എടുക്കലായിരുന്നു. സോ ഇന്ന് ക്ലാസ് ഒന്നും ഉണ്ടായില്ല. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ വീഡിയോ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എടുക്കാൻ പറ്റാത്തത്. അത് ഓടി വരുന്നുണ്ട് വെറുതെ. ഇതിനിത്തിരി ആത്മാർത്ഥത ഇന്നത്തെ ദിവസം കൂടിയിട്ടുണ്ട്. എന്തിനായിരുന്നു? സോ നമ്മളിനി ഫുഡ് കഴിക്കാൻ പോവാ. സോ അന്ന് പറഞ്ഞാൽ നമ്മളെ ഫ്രണ്ട് അവിടെ കാത്തു നിൽക്കുന്നുണ്ട്. പിന്നെ ഓൻ്റെ ഒരു പ്രൈവസി വെച്ചിട്ട് നമ്മൾ വീഡിയോ എടുക്കാത്തതാണ് അവന് വെച്ചിട്ട്. സോ അവിടെ എത്തിയിട്ട് നോക്കിയിട്ട് വീഡിയോ എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഉച്ചയ്ക്ക് ശേഷം കാണാം. ബൈ.